ഹായ് ഓൾ വെൽക്കം ബാക്ക്. പെരുന്നാളുകളുടെ ഒരു സീസണാണല്ലോ ജനുവരി ഫെബ്രുവരി പകുതി വരെ. അപ്പം അതിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഹോം വ്ലോഗ് വീഡിയോ ഷെയർ ചെയ്യാണ്. ഇത് മോൾക്ക് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ കാണും ഓരോരോ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങൾ. അപ്പോൾ ഈസി പാസ്ത ഉണ്ടാക്കി, പിന്നെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ വേവിച്ചത്, മാഷ്ഡ് പൊട്ടാറ്റോസ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതിങ്ങനെ പ്ലേറ്റിൽ വിതറി അതിൻ്റെ മീതെ പാസ്തയൊക്കെ ഇട്ട് അവളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ടോ. അപ്പോൾ നമുക്ക് ഫിഷ് കറി ഉണ്ട്, ഓൾറെഡി തലേദിവസം ഉണ്ടാക്കിയതാണ്. അപ്പം ഇന്ന് വലിയ പ്രത്യേകിച്ച് കുക്കിംഗ് ഒന്നും ഇല്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചിരിക്കുമ്പോഴാണ് മോൾക്ക് പക്ഷേ ഫിഷ് കറി പറ്റില്ല. അവൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഉണ്ടാക്കുകയാണ് നമ്മുടെ എഗ് ബുർജി. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണല്ലോ എഗ് ബുർജി എന്ന് പറയുന്നത്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കതിന് തക്കാളി, അതുപോലെ സവോള, പിന്നെ പച്ചമുളക് എരിവിനനുസരിച്ച് മുട്ട, പിന്നെ ഓഫ് കോഴ്സ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മല്ലിയില. റോസിൻ്റെ ചെടിയുള്ളവർ എന്തായാലും ഇങ്ങനെ മുട്ടത്തൊണ്ടൊക്കെ എടുത്ത് വെക്കുന്നുണ്ടാവില്ല. എൻ്റെ കയ്യിൽ എന്തായാലും റോസിൻ്റെ ചെടിയൊന്നുമില്ല, പക്ഷെ നമ്മുടെ ബോഗൻവില്ല പേപ്പർ റോസിൻ്റെ ചെടിയുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഈ മുട്ടത്തൊണ്ടൊക്കെ ഇങ്ങനെ സേവ് ചെയ്ത് വയ്ക്കുക, എന്നിട്ട് അവസാനം അതൊക്കെ പൊടിച്ചിട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കാറുണ്ട് ചെടിക്ക്. ഏത് എണ്ണയും വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ സാധാരണ വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇത് തലേ ദിവസം ഒരു ചെറിയ രണ്ട് സംഭവം വറുക്കാൻ വേണ്ടി എടുത്ത എണ്ണയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊരു പാത്രത്തിലാക്കി വെച്ച് വന്നിട്ട് നമ്മൾ അതന്നെ റീയൂസ് ചെയ്യാണ്. എപ്പോഴും ഇല്ല, തീരെ ഫ്രൈ ചെയ്തതാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സവോള ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ്, ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല, അപ്പം ഇതെപ്പോഴൊന്നും ഇങ്ങനെ കഴിക്കാറില്ല. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു ഹെൽത്തി ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ നേന്ത്രപ്പഴം കഴിക്കാനുണ്ടോ. അപ്പം നമ്മുടെ ഓണിയൻ അത്യാവശ്യം ഒന്ന് വാടി കഴിയുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. പിന്നെ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ഞാനിപ്പോൾ ഏകദേശം 3/4 ടീസ്പൂൺ യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ടൊമാറ്റോസ് ഇടാം. ടൊമാറ്റോസ് ഇടുമ്പോൾ, തക്കാളി ഇടുമ്പോൾ നന്നായിട്ട് വേവണം, വെന്ത് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരണം. എണ്ണയെല്ലാം നന്നായി തെളിഞ്ഞതിന് ശേഷം നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്ത് ശേഷം നമുക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ.
ശേഷം നമുക്ക് ഉപ്പിട്ട് അടിച്ചു വെച്ച മുട്ട നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മളൊരു ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതങ്ങ് കുക്കായിട്ട്. നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനനുസരിച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ലാസ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് കുറച്ചധികം തന്നെ മല്ലിയിലയാണ്. മല്ലിയില നന്നായി അരിഞ്ഞ് നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ എഗ്ഗ് ബുർജി റെഡി. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഈസി എഗ്ഗ് ബുർജി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സാധാരണ നമ്മൾ മുട്ട ചിക്കി പൊരിക്കുന്നത് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ബിരിയാണിയുടെ അരി ഉണ്ടല്ലോ, കൈമയുടെ അരി ഞാൻ ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ടുണ്ട്. നമുക്ക് ജീര റൈസ് വേണമെങ്കിൽ ആക്കി വെക്കാം. അപ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ചോറിനോട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെൻ്റെ അനിയത്തിയാണ് കേട്ടോ. എനിക്കൊരു അനിയത്തിയേ ഉള്ളൂ. ഇവളും ഫാമിലിയും ബാംഗ്ലൂരാണ്. അപ്പോൾ ഇത് അനിയത്തിയുടെ മക്കളാണ്, ഒരാളാണിത്. പിന്നെ വേറൊരു മോളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ എൻ്റെ വീട്ടിൽ വന്നേക്കാണ്. ഞങ്ങൾ നോർത്ത് ചാലക്കുടി ആണ്. നോർത്ത് ചാലക്കുടിയിൽ പെരുന്നാളായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കൂടി. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഹൈലൈറ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വ്ളോഗ് ചെയ്യേണ്ടെന്ന് അവൾക്കറിയാം. അപ്പോൾ അവൾ ജസ്റ്റ് എൻ്റെ ക്യാമറ എടുത്തുകൊണ്ട് ജസ്റ്റ് ഫേസ് ചെയ്ത് ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ അവൾ എന്നോട് പ്രത്യേകം പറഞ്ഞു ഇതൊക്കെ ഇട്ടോളണം കേട്ടോ. എന്ന് ഞാൻ പറഞ്ഞാൽ ഷുവറായിട്ട് ഇടുമെന്ന് പറഞ്ഞു. സോ ചെറിയൊരു ഹൈലൈറ്റ് ഞങ്ങളന്ന് പെരുന്നാൾ കൂടിയതിൻ്റെയാണ്. അതിൻ്റെ നെക്സ്റ്റ് വീക്കായിരുന്നു ഞങ്ങളുടെ ഇവിടെ പെരുന്നാളായിരുന്നു. അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ വരുന്നതാണ് എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡ് കേട്ടോ. Go there, the roadside. ഇത് എൻ്റെ ഡാഡിയും. പിന്നെ ഇനിയിപ്പോൾ ഈ കാണാൻ പോകുന്നത് എൻ്റെ മമ്മിയും. It's running.
around. Hey! Hey! കട്ടുണ്ട് ഇതെൻ്റെ അനിയത്തിയുടെ മൂത്ത മോള്. അവർക്ക് 2 മക്കളാണ്, ഒരു മോളും ഒരു മോനും. അപ്പൊ ശരി, ബൈ. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ പെരുന്നാൾ കൂടി സന്തോഷിച്ചു, വർത്താനമൊക്കെ പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് രാത്രി ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരേക്കും താങ്ക് യു.